അപ്പോൾ ഇന്ന് നിങ്ങളെപ്പറ്റി സംസാരിക്കാം. ഈ ഗോരഖ്നാഥ് പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. അതായത് ഒരു ബോധോദയം നേടാൻ, സ്വയം തിരിച്ചറിയാൻ ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം. അദ്ദേഹം പറയുകയാണ്, ഒരു ഗുരുവിൻ്റെ യഥാർത്ഥ ജോലി എന്ന് പറയുന്നത് ഫോളോവേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഭക്തന്മാരെ കൂട്ടുന്ന പരിപാടിയല്ല. പകരം ഡിപ്പെൻഡൻസ് ഇല്ലാതാക്കുന്നതാണ്. ഒന്നിനോട് അറ്റാച്ച്മെൻറ്റ് ഇല്ലാതാക്കി മാറ്റുന്നതാണ്. ആരുടെ? അദ്ദേഹത്തെ തേടി വരുന്ന വ്യക്തിയുടെ. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. പൊതുവെ എന്താണ് നിങ്ങളുടെ അനുഭവം എന്ന് നിങ്ങൾക്കും അറിയാം. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും സംസാരിച്ച് സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നിങ്ങളെപ്പറ്റിയും നിങ്ങളുടെ ശക്തിയെപ്പറ്റിയും സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാം ഈ സർവ്വപ്രപഞ്ചം എല്ലാ മനുഷ്യരുടെ ഉള്ളിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾക്ക് നിങ്ങൾ തന്നെയേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെയാണ് കാണാൻ സാധിക്കുന്നത്. രമണ മഹർഷിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, എന്താണ്, നിങ്ങൾ ദൈവത്തെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതില്ല, പക്ഷേ ഞാൻ എന്നെ കാണുന്നുണ്ട് എപ്പോഴും. ദൈവവും ഞാനും പര്യായമാണ് എന്നൊക്കെ ഉള്ളത് പിന്നീട് വളരെ ഡീപ്പായിട്ടുള്ള ഫിലോസഫി അല്ലെങ്കിൽ സ്പിരിച്വൽ ശാസ്ത്രം എന്നൊക്കെ പറയാം. അതിലേക്കൊന്നും പോകണ്ട. നമുക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് പോവാം. നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾ എത്ര തവണ നിങ്ങളെപ്പറ്റി ഓർക്കാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ തിരിഞ്ഞു നോക്കാറുണ്ട്? വളരെ ചുരുക്കമേ ഉണ്ടാവുള്ളൂ. കാരണം പുറമേ ഉള്ള കാര്യങ്ങളിൽ നമ്മൾ വളരെ കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾ പുറമേ ഉള്ള കാര്യങ്ങളിലേക്ക് നോക്കാനും അത്തരം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ അറ്റാച്ച്ഡ് ആവാനും, എന്തിന്, ചിന്തയിൽ പോലും നമ്മൾ അതിൻ്റെ പിറകെ ഇങ്ങനെ പോകും. എത്ര നേരം വേണോ സ്വപ്നം കണ്ടിരിക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഒരു അല്പം നേരം നമ്മുടെ ഉള്ളിലോട്ട് നോക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ അമ്മ വന്ന് ഭഗവാൻ കൃഷ്ണനോട് വാ തുറക്കാൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ്റെ വായുടെ ഉള്ളിൽ ഈരേഴ് ലോകവും കണ്ടുപോയ അമ്മ ഞെട്ടിപ്പോയതായിട്ടൊരു കഥ നിങ്ങളെല്ലാവർക്കും അറിയായിരിക്കും. കാരണം എന്താണെന്നറിയാമോ? അവിടെ ശരിക്കും റിഫ്ലക്റ്റ് ആവുന്നത് ആ അമ്മയുടെ ഉള്ളിലുള്ള പ്രപഞ്ചം തന്നെയാണ്. പക്ഷെ അത് കണ്ടു നിൽക്കാനുള്ള ത്രാണി അമ്മയ്ക്കില്ലാത്തത് കൊണ്ട് അമ്മ പെട്ടെന്ന് കണ്ണനോട് വായടയ്ക്കാൻ പറഞ്ഞിട്ട് ഓടിപ്പോയി. അഡോപ്റ്റീവ് മദറിൻ്റെ കാര്യമാണ് പറയുന്നത്, കൃഷ്ണൻ്റെ യഥാർത്ഥ അമ്മയുടെ കാര്യമല്ല ഇവിടെ പറയുന്നതെന്ന് നിങ്ങൾക്കറിയാം. എനിവേ, നമ്മുടെ ഉള്ളിലോട്ട് നോക്കാനാണ് നമുക്ക് ഏറ്റവും പേടി. നമ്മൾ ഗുരുക്കന്മാരുടെ അടുത്ത് പോകുന്നു, അമ്പലങ്ങളിൽ പോകുന്നു, മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് എന്തിനാണ്? അതും ഒരുതരം എസ്കേപ്പാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് കുറച്ച് നേരം ഒരു ആശ്വാസം. നമുക്കൊരുപാട് കൺഫ്യൂഷനുണ്ട്, ക്ലാരിറ്റി കുറവുണ്ട്. ഇതെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ഗുരുക്കന്മാരുടെ അടുത്ത് പോവും, ഭഗവത്ഗീത വായിക്കും, രാമായണം വായിക്കും, അല്ലെങ്കിൽ വേദങ്ങൾ വായിക്കും, ഉപനിഷത്തുകൾ വായിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. നമ്മൾ അമ്പലത്തിൽ പോയി ചെയ്യാത്ത പൂജകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ചിലവുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അവനവൻ്റെ ഉള്ളിലേക്ക് ഒരല്പം നേരം നോക്കുക എന്നുള്ളത്. അത് ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. രമണ മഹർഷി ഒരു ഫിസിക്കൽ ഗുരുവിൻ്റെ ചുവട്ടിലിരുന്ന് ബോധോദയം നേടിയ വ്യക്തി അല്ലെങ്കിൽ ഞാൻ ആരും തിരിച്ചറിഞ്ഞ ആളൊന്നുമല്ല. അദ്ദേഹം ഒരു 10 മിനിറ്റിൽ താഴെ സമയമെടുത്ത് തൻ്റെ ഉള്ളിലേക്ക് ഞാൻ ആരും നോക്കാൻ തയ്യാറായി. നിങ്ങളോ അത് ഇപ്പോൾ ചെയ്യാൻ തയ്യാറായി, ഇപ്പോൾ ഈ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയി ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം നിങ്ങൾ ആരാണെന്ന്. ഒരുപാട് ദൂരോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ഇനി ഇതിൻ്റെ ഒരു ഹയർ ലെവലിനെ പറ്റി നമുക്ക് സംസാരിക്കാം. അതായത് നമുക്ക് ഗുരുവിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ശരിക്കും. നിങ്ങൾ ഗുരുവിൻ്റെ അടുത്ത് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി കേൾക്കാനും അദ്ദേഹത്തിൻ്റെ പ്രസൻസിലിരിക്കുമ്പോൾ, ഓബിയസ്ലി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു ബുദ്ധ ഫീൽഡ് അദ്ദേഹത്തിന് ചുറ്റിനും ഉണ്ടെങ്കിൽ, അദ്ദേഹം ശരിക്കും അവയർനെസ്സിലിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലം ഒരു ആശ്വാസമൊക്കെ ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, നിങ്ങളുടെ മനസ്സിൻ്റെ റേസിങ് കുറയും. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അങ്ങനെ സംഭവിക്കുമായിരുന്നെങ്കിൽ രമണ മഹർഷിയുടെ ചുറ്റും പോയിരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ബോധോദയം ലഭിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു നിമിഷം ഇരുന്നപ്പോഴത്തേക്കും ബോധോദയം നേടിയ ആൾക്കാരുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ കൂടെ ഇരുന്നിട്ട് ഒന്നും ആവാതെ പോയ ആളുകളുമുണ്ട്. ഒന്നുമായില്ലെന്ന് മാത്രമല്ല, ഈഗോയുടെ റൈസിങ് വളരെ ഹയർ ലെവലിലോട്ട് പോയി രമണ മഹർഷിയെ ശത്രുവായി കണ്ട് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത് അദ്ദേഹത്തിനെ കോടതി വരെ എത്തിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. പിന്നീട് ആ ശിഷ്യൻ തന്നെ മാനസാന്തരപ്പെടുകയൊക്കെ ചെയ്തായിരുന്നു. ഈ ഭക്തി എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ലൂപ്പാണ്. ഇതിൽ പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോകും. അതായത് ഒരു എസ്കേപ്പ്, ഒരല്പം നേരത്തെ ഒരു സുഖത്തിന് വേണ്ടി നമ്മൾ കള്ളു കുടിക്കുന്നു, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്ന പോലെ തന്നെ ഒരല്പം നേരത്തേക്ക് എസ്കേപ്പ് ആവാനുള്ള ഒരു വഴി മാത്രമാണ് ഭക്തിയെ പലരും ഉപയോഗിക്കുന്നത്. ഭക്തിയിൽ നമ്മൾ നമ്മളെ തന്നെ ഇല്ലാതായി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പം ബോധോദയം ഉണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം അറിയാൻ സാധിക്കും. പ്യുവർ കോൺഷ്യസ്നസ്, പ്യുവർ അവയർനെസ്സിനെയൊക്കെ അറിയാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ഇതിന് പകരം ഭക്തി നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി ആക്കി മാറ്റിയാലോ?
ഞാൻ ഇന്ന ദൈവത്തിൻ്റെ ഭക്തനാണ്, ഞാൻ ഇന്ന ഗുരുവിൻ്റെ ഭക്തനാണ്, അതുകൊണ്ട് ഞാൻ ഇത്തിരി വലിയ ആളാണ്, ഈ ദൈവത്തിനെ സ്ഥിരമായി ഞാൻ പൂജിക്കുന്നത് കൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല, എനിക്കെല്ലാം സാധിക്കും, ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തും ആവാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങളുടെ ഈഗോ വളരെ മേളിലേക്ക് വീണ്ടും റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി കൂടുതൽ ബലപ്പിക്കാനായിട്ട്, നിങ്ങളുടെ സെൽഫ് ഐഡൻറ്റിറ്റി ഞാനെന്ന് പറയുന്ന ഭാവത്തിനെ ബലപ്പിക്കാനായിട്ട് നിങ്ങളതിനെ ഉപയോഗിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് ഏത് മെത്തേഡിലുള്ള, ഇപ്പോൾ യോഗ ചെയ്യുകയാണ്, ചിത്തവൃത്തി നിരോധനമാണ് യോഗയുടെ യാഥാർത്ഥ്യമെങ്കിലും നിങ്ങൾ അത് മനസ്സിലാക്കാതെ എനിക്ക് ഇത്രയും പോസ്റ്റേഴ്സ് ചെയ്യാൻ സാധിക്കും, എനിക്ക് 2 മണിക്കൂർ തലകുത്തി നിൽക്കാൻ സാധിക്കും, അതുകൊണ്ട് ഞാനൊരു വലിയ യോഗിയാണ് എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഉള്ളിലെ ഈഗോയെ, നിങ്ങളുടെ സെൽഫ് ഐഡൻറ്റിറ്റിയെ നിങ്ങൾ വീണ്ടും റൈസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇനി അടുത്തതിലേക്ക് വരാം. മെഡിറ്റേഷൻ, ധ്യാനം. എനിക്ക് ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ പോട്ടെ 7 ദിവസം വെള്ളവും ആഹാരവും ഒന്നുമില്ലാതെ ധ്യാനത്തിൽ ഇങ്ങനെ വൺ പോയിൻ്റഡ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ സാധിക്കും. എന്തുപയോഗം? ഒരു ഉപയോഗമില്ല. സ്വസ്ഥമായ, സമാധാനമുള്ള, നാച്ചുറലായ, സ്വാഭാവികതയോട് കൂടി സംഭവിക്കുന്ന ഒരു ജീവിതം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നിൻ്റെ ആവശ്യമില്ല, സ്പിരിച്വാലിറ്റിയുടെ പോലും ആവശ്യം നിങ്ങൾക്കില്ല. അതല്ലാതെ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഉള്ളിലൊരു ഈഗോ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ സഫർ ചെയ്യുന്നു, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, അതില്ലാതാക്കാനാണ് നിങ്ങൾ ശരിക്കും ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായും നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ, നിങ്ങളുടെ ശക്തിയെ തിരിച്ചറിയണം. യുഗയുഗാന്തരങ്ങളിൽ വീണ്ടും ജനിക്കും ധർമ്മത്തെ പരിപാലിക്കാൻ എന്ന് പറഞ്ഞ് സാക്ഷാൽ ഭഗവാൻ അവതരിക്കുന്നത് ഈ ഞാൻ എന്ന് പറയുന്നതിനുള്ളിൽ തന്നെയാണ്. അല്ലാതെ ഭഗവാൻ എപ്പോഴും വീണ്ടും ഒരു ഇലൂഷനെ കൂടെ ക്രിയേറ്റ് ചെയ്ത് അവിടെ കയറി കസേരയിട്ട് ഇരിക്കുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഭഗവാൻ എവിടെയാണ് ജനിക്കുന്നത്, എവിടെയാണ് മരിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുകയും ഞാനെന്ന് പറയുന്ന നിങ്ങളുടെ സെൽഫ് ഐഡൻറ്റിറ്റിയെ തിരിച്ചറിയുകയും വേണം. കാരണം എല്ലാം സംഭവിക്കുന്നത് അവിടെയാണ്. യുഗയുഗാന്തരങ്ങൾ സംഭവിക്കുന്നത് പോലും അവിടെയാണ്. ഇനി അടുത്ത കാര്യത്തിലോട്ട് വരാം. അതിനുമുമ്പ് വേറൊരു കാര്യം പറയാം. ഒരുപാട് പേര് ഈ ഗുരുക്കന്മാരുടെ അടുത്തേക്ക് പോകാറുണ്ട്, സത്സംഗം ചെയ്യാറുണ്ട്, അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് അവർക്ക് ഉണ്ടാകുന്ന ആളുകളുണ്ട്. രമണ മഹർഷിയുടെ കേസ് തന്നെ വീണ്ടും ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ട് പറയാം. അപ്പോൾ രമണ മഹർഷിയുടെ എക്സാമ്പിളായിട്ട് പറയുമ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ അണ്ണാമലൈ സ്വാമി എന്ന് പറയുന്ന രമണ മഹർഷിയുടെ ഭക്തനായിരുന്ന, പിന്നീട് ബോധോദയം നേടിയ വ്യക്തി, ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, തെറ്റാണെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല, ആ വ്യക്തിയായ നമ്മുടെ അണ്ണാമലൈ സ്വാമി ആദ്യം രമണാശ്രമത്തിൽ കുറച്ച് നാൾ സ്പെൻഡ് ചെയ്തപ്പോൾ അവിടെ ഇരുന്ന് ഈ പെണ്ണുങ്ങൾ പരദൂഷണം പറയുന്നു, ആണുങ്ങൾ പെണ്ണുങ്ങളെ വായി നോക്കിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ സൊസൈറ്റിയിൽ സാധാരണ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ആശ്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് അണ്ണാമലൈ സ്വാമി വളരെ ഇറിറ്റേറ്റഡായി. അണ്ണാമലൈ സ്വാമി ചോദിച്ചു, എന്താണ് നടക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണോ ഞാൻ ഈ ആശ്രമത്തിൽ വന്നിരുന്നത്? ഇവിടെ ഇരുന്നാൽ എങ്ങനെ ബോധോദയം കിട്ടും, എങ്ങനെ ദിവ്യജ്ഞാനം ഉണ്ടാവും, എങ്ങനെ ശുദ്ധ ബോധത്തിലെത്തും എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടായി. അണ്ണാമലൈ സ്വാമി ആദ്യം ഈ ആശ്രമം ഉപേക്ഷിച്ച് പോയ വ്യക്തിയാണ്. പിന്നെ അദ്ദേഹം തിരിച്ചു വന്ന സംഭവം അതൊക്കെ വേറെ കഥയാണ്. ഐ ഡോണ്ട് വാണ്ട് ടു എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇദ്ദേഹം അതിനുശേഷം രമണ മഹർഷിയുമായി സംസാരിച്ചപ്പോൾ രമണ മഹർഷി അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നത്? നീ മറ്റുള്ളവരുടെ കാര്യം നോക്കുമ്പോൾ നീയും അവരെ പോലെ ആയിത്തീരുകയാണ്. അതായത് ഗുരുവിൻ്റെ അടുത്ത് ഇത്രയും പേര് ഇരുന്നെന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും ഒരു സ്പിരിച്വൽ പുരോഗതി അല്ലെങ്കിൽ ഒരു ആത്മീയ പുരോഗതി ഉണ്ടാവണമെന്ന് യാതൊരു സാധ്യതയില്ല. അവരവരുടെ ഉള്ളിലേക്ക് നോക്കിയാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അവർ പുറത്തേക്ക് നോക്കുകയും പുറത്തൊരു താൽക്കാലിക ആശ്വാസം, ഇപ്പോൾ അന്നത്തെ കാലത്ത് ആശ്രമത്തിൽ, ഇപ്പോൾ ഗുരുവിൻ്റെ ആശ്രമത്തിലാണെങ്കിൽ ചിലപ്പോൾ 3 നേരം ആഹാരം ഫ്രീ ആയിട്ട് കിട്ടും, ഇപ്പോഴും കിട്ടും. അതിനു വേണ്ടിയാണ് അവിടെ വരുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഒരു സ്പിരിച്വൽ പുരോഗതി ഉണ്ടാവില്ല. അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കി അവനവൻ്റെ വാസനകൾ ഇല്ലാതാക്കി ഗുരുവിനോട് പോലും അൾട്ടിമേറ്റ്ലി ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതാക്കുമ്പോൾ മാത്രമാണ് യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഈ പറയുന്ന രമണ മഹർഷി, ഈ അണ്ണാമലൈ സ്വാമിക്ക് മുമ്പേ രമണ മഹർഷിയുടെ അടുത്തുണ്ടായിരുന്നതിൽ 90% പേരും ബോധോദയം നേടിയവരൊന്നുമല്ല. അവർ യാന്ത്രികമായി അവിടെ ജീവിച്ച് അവിടുത്തെ സുഖലോലുഭങ്ങളൊക്കെ അനുഭവിച്ച് രമണ മഹർഷിയെ പറ്റി ഒരുപാട് സംസാരിച്ച് അദ്ദേഹത്തെ പറ്റി ഇൻ്റർവ്യൂ എടുക്കാമെന്നവർക്കൊക്കെ ഇൻ്റർവ്യൂ കൊടുത്തു, ചാനലുകൾക്ക് വാർത്ത കൊടുത്തു ഒക്കെ ജീവിച്ച് അവർ മരിച്ചുപോയി. പക്ഷേ അണ്ണാമലൈ സ്വാമി ഡിഫറൻ്റായി. അദ്ദേഹത്തിന് ശുദ്ധബോധത്തിലേക്ക് എത്താൻ സാധിച്ചു. അതിൻ്റെ കാരണം അദ്ദേഹം ഗുരു പറഞ്ഞ വാക്ക് കേട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലോട്ട് നോക്കിയതുകൊണ്ടാണ്. അദ്ദേഹവും പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കി മറ്റുള്ളവരുടെ അടുത്ത് കഥയൊക്കെ പറഞ്ഞ് ഗോസിപ്പ് ചെയ്ത് പരദൂഷണം പറഞ്ഞൊക്കെ ഇരുന്നെങ്കിൽ അത് വലിയ ദോഷത്തിലേക്ക് എത്തിയേനെ. ഈ പരദൂഷണം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളത് വളരെ ടൈം പാസിനാണ് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിനെ അത് വല്ലാതെ ബാധിക്കും. അത് നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് രമണ മഹർഷിയാണ്. അദ്ദേഹത്തിന് ചുറ്റും നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ റിപ്പീറ്റഡായിട്ട് പറയാറുണ്ട്. കാരണം രമണ മഹർഷി ശുദ്ധബോധത്തിലെത്തിയെന്ന് എനിക്ക്
അനുഭവമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു തോന്നലുകൊണ്ടല്ല ഞാൻ പറയുന്നത്, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ രമണ മഹർഷി ഒരു വ്യക്തിയായോ അദ്ദേഹത്തിൻ്റെ ശരീരമായോ അല്ല ഞാൻ കണക്കാക്കുന്നത്. രമണ മഹർഷിയെ ഞാൻ കാണുമ്പോൾ, രമണ മഹർഷിയെ ഞാൻ നോക്കുമ്പോൾ, രമണ മഹർഷിയെ ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലോട്ടാണ് നോക്കുന്നത്. ഞാൻ എൻ്റെ ഉള്ളിലാണ് അദ്ദേഹത്തെ കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അത് കാണാൻ സാധിക്കണം. നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളൂ എന്ന് ഞാൻ ആദ്യമേ തുടക്കത്തിൽ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞ അതുകൊണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളിലേക്കൊന്ന് നോക്കൂ, നിങ്ങളെ കാണൂ, നിങ്ങൾ എന്താണെന്ന് തിരിച്ചറിയൂ. നിങ്ങളെന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയാതെ ലോകത്തിൽ എന്ത് തിരിച്ചറിയാൻ പോയിട്ട് ഒരു ഉപയോഗമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾ റോക്കറ്റ് സയൻസ് മനസ്സിലാക്കിയത് കൊണ്ടോ, അല്ലെങ്കിൽ ഇനി സ്പിരിച്വാലിറ്റി ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ യോഗാഭ്യാസങ്ങൾ പഠിച്ചതുകൊണ്ടോ, മണിക്കൂറുകളോളം ധ്യാനിച്ചത് കൊണ്ടോ, നിങ്ങൾ വലിയ വലിയ മഹത്തായ ഗ്രന്ഥങ്ങളും വേദങ്ങളും ഒക്കെ കാണാതെ പഠിക്കുകയും പാരായണം ചെയ്യുകയൊക്കെ ചെയ്തതുകൊണ്ട് ചില സുഖങ്ങളും ചില അനുഭവങ്ങളും നിങ്ങൾക്കിങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ സാധിക്കും. ഈ അനുഭവങ്ങൾ ഇങ്ങനെ കൂട്ടാം, ഈ പറയുന്ന മെറ്റീരിയലിസ്റ്റിക്കായുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിങ്ങനെ കൂട്ടാം. ഇതെല്ലാം നിങ്ങളുടെ സെൽഫ് ഐഡൻറ്റിറ്റിയിൽ അടിഞ്ഞു കൂടുന്ന മാലിന്യങ്ങളായിട്ടിരിക്കേ ഉള്ളൂ. ഇതൊന്നും കൊണ്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആത്മീയ പുരോഗതിയും ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ആത്മീയ പുരോഗതി ഉണ്ടാവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക എന്ന് പറയുന്നത് മാത്രം. ഗുരുക്കന്മാരെല്ലാം ഓരോ പ്രതിഭാസങ്ങളാണ്. അവരുടെ ചുറ്റും തളം കെട്ടി നിൽക്കുന്ന സമാധാനവും സന്തോഷവും ഉണ്ട് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. എനിക്കും അത് അനുഭവമുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഗുരുക്കന്മാരുടെ അടുത്ത് പോകണ്ട, അവിടെ ഇരിക്കണ്ട എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നു. നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നുണ്ടോ, നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റുകൾ കുറയുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അതോ നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് കൂടെയാണോ ചെയ്യുന്നത്, അതോ ഗുരുവിൻ്റെ ആശ്രമത്തിൻ്റെ തെക്കേ മൂലയിലിരിക്കുന്ന മാർക്കറ്റ് ഷോപ്പിൽ നിന്ന് അടുത്ത ഗുരുവിൻ്റെ പ്രതിമ മേടിച്ച് നിങ്ങളുടെ അലമാരയിൽ കൊണ്ടുവച്ച് നിങ്ങളുടെ സെൽഫ് ഐഡൻറ്റിറ്റി അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളിൽ ഒരെണ്ണം കൂടെ കൂട്ടുകയാണോ നിങ്ങളവിടെ ചെയ്യുന്നത്, അതോ അത് കുറയ്ക്കുകയാണോ ചെയ്യുന്നതെന്ന് നോക്കുക. നിങ്ങൾ റെഡിയാണെങ്കിൽ ഗുരു നിങ്ങളെ തേടി വരുമെന്ന് അവർ വാക്ക് നിങ്ങളെപ്പോഴും കേട്ടിട്ടുണ്ടാവാം. അത് ഒരുപാട് പേര് കോട്ട് ചെയ്യുന്നൊരു വാക്കാണ്, സത്യമാണ്. നിങ്ങൾക്ക് സ്വസ്ഥമായിരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ തേടി ഗുരു വരും. അത് മനുഷ്യരൂപത്തിൽ തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എൻ്റെ അനുഭവം അങ്ങനെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്, യഥാർത്ഥ ഗുരു ഉള്ളിലാണ്, നിങ്ങളുടെ ഉള്ളിലാണ്. ഈ ഫിസിക്കലായിട്ട് പുറത്തു വരുന്ന ഗുരുവിൻ്റെ ജോലി എന്താണ്? നിങ്ങളുടെ ഉള്ളിലാണ് യഥാർത്ഥ ഗുരു എന്ന് പറഞ്ഞു തരിക, നിങ്ങൾക്കത് കാണിച്ചു തരിക എന്നുള്ളത് മാത്രമാണ് പുറത്തുള്ള ഫിസിക്കൽ ഗുരുവിൻ്റെ ഒരേ ഒരു ജോലി. ആ ജോലി അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആത്മീയ പുരോഗതി ഉണ്ടാവും. പക്ഷെ അദ്ദേഹം എത്രയൊക്കെ പണിയെടുത്താലും എന്തെല്ലാം ചെയ്താലും ശരിക്കും സ്വയം തിരിച്ചറിയേണ്ടത് നിങ്ങൾ തന്നെയാണ്. രമണ മഹർഷി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ട ഒരുപാട് സഹായങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുമായിരിക്കും, പക്ഷേ സെൽഫ് റിയലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. അതിന് മറ്റൊരാൾക്ക് നിങ്ങളെ സഹായിക്കാൻ ഒരിക്കലും പറ്റില്ല. സഹായങ്ങൾ ഇത്രയും അതിനുള്ള ചുറ്റുപാടുണ്ടാക്കലാണ്. അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യം കാണാൻ നിങ്ങൾ തന്നെ നോക്കിയാലേ പറ്റുള്ളൂ. ഇത് ബുദ്ധനും പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞ ആളുകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ലോകത്തെ 90% ആത്മീയ ഗുരുക്കന്മാരും മഹത് വ്യക്തികളും ഒക്കെ ഉണ്ടാവും. നോക്കൂ, നമ്മൾ ഈ ആത്മീയ പുരോഗതി എന്നുള്ള ഫാക്ടർ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അല്ലാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കൂ. നിങ്ങൾ എന്താണെന്നൊന്നും അറിയണ്ട. ലൈക്ക് ശുദ്ധബോധത്തിലെത്താൻ, പ്യുവർ കോൺഷ്യസ്നസ്, പ്യുവർ അവയർനെസ്, ഇതിലൊക്കെ എത്തുന്ന കാര്യമൊക്കെ അങ്ങ് മാറ്റി വയ്ക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നുമില്ലാതെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിയണ്ടേ. നമ്മളൊരു ഭൂമിയിലൊരു ചെറിയൊരു ടൈം സ്പാനിൽ ജീവിക്കുകയാണ്. ജീവിച്ചു കഴിഞ്ഞ് നമ്മൾ മരിച്ചു പോകുന്നു. ഇതിനിടയ്ക്ക് നമ്മളിവിടെ ജീവിക്കുകയാണ്. നമ്മളുടെ ഈ ഞാനെന്ന് പറയുന്ന ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ഇമേജിൽ നിന്നാണ് നമ്മൾ ഈ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതിൻ്റെ ഫലം ചിലപ്പോൾ നമ്മളും അനുഭവിക്കും, നമുക്ക് ചുറ്റുമുള്ളവരും അനുഭവിക്കും, അല്ല ചിലപ്പോൾ നമ്മൾ ഒരു പരിചയമില്ലാത്തവനും അനുഭവിച്ചു തന്നിരിക്കുക. അപ്പോൾ ഇതെന്താണ് നമുക്കൊന്ന് അറിയണ്ടേ. ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്നൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. വെറുതെ ഒന്ന് നോക്കൂ. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. ഒരല്പനേരത്തേക്കെങ്കിലും സമാധാനം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. താങ്ക് യു.